നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സൗദിയിൽ നിയമലംഘകരെ പിടികൂടാനുള്ള പരിശോധന കർശനമായി തുടരുകയാണ്. ഇപ്പോൾ അധികൃതരുടെ പരിശോധന സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. സൗദിയിൽ അധികൃതരുടെ ഫീൽഡ് പരിശോധനയിൽ 1000-ഓളം സ്ഥാപനങ്ങളാണ് അടപ്പിച്ചിരിക്കുന്നത്. ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ 1000-ഓളം സ്ഥാപനങ്ങൾ അധികൃതർ അടപ്പിച്ചു. നിയമലംഘനം കണ്ടെത്തുന്നതിനുള്ള ഫീൽഡ് പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ഇക്കാര്യം അധികൃതർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. നിയമലംഘനങ്ങൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾ അടപ്പിച്ചത് മാത്രമല്ല, 24,000-ലധികം സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തിയിട്ടുമുണ്ട്. ജിദ്ദ നഗരസഭയ്ക്ക് കീഴിൽ കഴിഞ്ഞ മാസം നടത്തിയ ഫീൽഡ് പരിശോധനകളിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലും 27,000-ലേറെ ഫീൽഡ് പരിശോധനകൾ അധികൃതർ നടത്തി. ഇതിലൂടെ നിയമലംഘനം കണ്ടെത്തിയ 967 സ്ഥാപനങ്ങൾ അധികൃതർ താൽക്കാലികമായി അടപ്പിച്ചു. കൂടാതെ ആരോഗ്യ കാർഡ് ഇല്ലാത്തതിനും പുതുക്കാത്തതിനും, ഭക്ഷ്യവസ്തുക്കൾ മോശം രീതിയിൽ സൂക്ഷിച്ചതിനും, ആരോഗ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിനുമായി 23,266 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും ചെയ്തു. അൽബാഹ പ്രവിശ്യയിൽ 5,000-ഓളം സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയ 867 സ്ഥാപനങ്ങൾക്കാണ് നഗരസഭ പിഴ ചുമത്തിയത്. പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഇത്തരം സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്നത്. ഇവർക്ക് വലിയൊരു തിരിച്ചടിയാണ് പെട്ടെന്നുള്ള അധികൃതരുടെ ഈ നടപടി. അതേസമയം അതിനിടയിൽ വലിയ തിരിച്ചടിയെന്നോണം പ്രവാസികൾക്ക് മേൽ നിബന്ധന കടുപ്പിച്ചിരിക്കുകയാണ് കുവൈത്ത്. പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ അനുവദിക്കുന്നതിനുള്ള നിബന്ധനകൾ കർശനമാക്കിയിരിക്കുകയാണ് അധികൃതർ. കുറഞ്ഞ ശമ്പളക്കാരായ പ്രവാസികളെയാണ് ഇത് പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്. ഇതോടെ നിരവധി പേരുടെ ലൈസൻസുകളാണ് അധികൃതർ കൂട്ടത്തോടെ റദ്ദാക്കിയത്. ഡ്രൈവിംഗ് ലൈസൻസിന് ആവശ്യമായ കുറഞ്ഞ ശമ്പള വ്യവസ്ഥ നിലനിർത്താനാകാത്തതിനെ തുടർന്നാണ് ലൈസൻസ് പിൻവലിച്ചത്. നിബന്ധനകൾ പുതുക്കിയതോടെ 10,000-ഓളം പ്രവാസികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായി ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റ് അറിയിച്ചു. ഡിസംബർ അവസാനത്തോടെ പ്രവാസികളുടെ ലൈസൻസുകൾ പരിശോധിക്കുന്നത് പൂർത്തിയാക്കാനാണ് നീക്കം. കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന മലയാളികൾ അടക്കമുള്ളവർക്ക് പുതിയ നിബന്ധന പ്രയാസം സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികകളിൽ മാറ്റം വരുന്നവരുടെയും ശമ്പളത്തിൽ കുറവ് വരുന്നവരുടെയും ലൈസൻസുകളാണ് ആഭ്യന്തര മന്ത്രാലയം പരിശോധിക്കുന്നത്. ലൈസൻസ് നേടിയ ശേഷം ജോലി ചെയ്യുന്ന തസ്തികയിൽ മാറ്റം വരുന്നവരുടെയും ഡ്രൈവിംഗ് ലൈസൻസുകൾ സ്വമേധയാ റദ്ദാക്കപ്പെടും. ലൈസൻസ് റദ്ദാക്കിയ വിവരം പ്രവാസികളെ ഫോൺ സന്ദേശങ്ങളിലൂടെ അറിയിക്കുകയും ലൈസൻസ് ട്രാഫിക് അധികൃതർക്ക് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തതായി പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റദ്ദാക്കിയ ലൈസൻസുമായി വാഹനം ഓടിക്കുന്നവർക്ക് എതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിലാണ് ഡ്രൈവിംഗ് ലൈസൻസ് നേടിയ വിദേശികളുടെ ഫയലുകൾ പുനഃപരിശോധിക്കാൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനമെടുത്തത്. മാത്രമല്ല, പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിലും കർശന നിബന്ധനകൾ കൊണ്ടുവരാൻ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത്. പ്രവാസികൾക്ക് ലൈസൻസ് അനുവദിച്ചപ്പോഴുള്ള മാനദണ്ഡം നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് കർശന പരിശോധന തുടരും. ഗതാഗതക്കുരുക്ക് പ്രതിസന്ധി പരിഹരിക്കലും ഇതിലെ പ്രധാന വിഷയമാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.